ഹായ് ബ്രോ, രാജേഷ് ബ്രോ. ഹായ്, കേക്കാമോ വോയിസ്? കേക്കാം ബ്രോ. ഓക്കെ ഓക്കെ. ഞാൻ UAE നിന്നാണ്, ദുബായിൽ നിന്നാണ്. നമ്മള് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നല്ലേ? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹബീബിനെ മെസ്സേജ് അയക്കാറുണ്ട്, കാണാറുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങള്, അതായത് നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 3 ദിവസത്തോളമായി ഈ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിനെ കുറിച്ചിട്ട് മഞ്ഞപ്പട ഒഫീഷ്യലായിട്ട് ഇട്ടിട്ട്. അപ്പം നമ്മളൊരു സാധാരണ ഇപ്പൊ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ ഇടുന്ന പോലെയല്ല, അത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫാൻ ഫോറമാണ്. ഈ 3 ദിവസമായിട്ട് പോലും ഇതിന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മാനേഴ്സ്, മര്യാദ നമ്മുടെ മാനേജ്മെന്റ് കാണിച്ചിട്ടില്ല. വളരെ ഇനിയിപ്പോ അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നാണ് എന്റെ ഒരു ഊഹം അതിനകത്ത്. അപ്പോ ഇത് ഇത്രയും ഇത് ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട്, അതായത് ഇപ്പം ഒഫീഷ്യൽ ഫാൻസ് ഫോറം ആണ് മഞ്ഞപ്പട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരിപ്പം ഇന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഒരു 3 ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ടും അവരിതിന് ഒന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മര്യാദ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. കാരണം നമ്മൾ ഡിമാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അത് നമ്മൾ മോഹൻ ബഗാൻ ഫാൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എങ്ങനെയാണ് അവരുടെ പഴയ കോച്ച് പുറത്തു പോയിട്ട് ഹബാസ് വന്നത് ഇൻ സീസണിനിടയ്ക്ക്. അപ്പൊ ഫാൻസ് പ്രഷറിന്റെ ഒരു ഇത് കൊണ്ട് തന്നെയായിരുന്നു. അപ്പം മഞ്ഞപ്പട ആ രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് അതിനൊപ്പം ഒരു കാര്യം കൂടെ, എനിക്കൊരു സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു പ്രോപ്പർ ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ 3 ദിവസമായി, ഞാനിപ്പോ ഇവിടെ മഞ്ഞപ്പട UAE ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ്. അപ്പൊ അഡ്മിൻസിനോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിനുള്ള ഫോളോ അപ്സും കാര്യങ്ങളും, എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഒരു റിപ്ലൈയും ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അപ്പം നമുക്കൊരു കാര്യം എന്തെങ്കിലും തുടങ്ങി വെക്കാൻ എന്തും എളുപ്പമാണ്. പക്ഷെ നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്തെടുത്ത് അതൊരു ക്യാമ്പയിൻ ആക്കി മാറ്റുമ്പോഴാണ്, പ്രത്യേകിച്ച് മഞ്ഞപ്പട പോലെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോറം അതെടുത്ത് ഉത്തരവാദിത്തത്തോട് ചെയ്യുമ്പോഴാണ് അതിനൊരു റിസൾട്ട് ആയിട്ട് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഇപ്പം നമ്മൾ എന്തെങ്കിലും സംഘടനാ സംവിധാനമാണ്, അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളോ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു നെയിം സേക്കിന് വേണ്ടി ചെയ്യില്ലേ? അതായത് ഞങ്ങള് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവരെ തരം താഴ്ത്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഇത് ആ ഒരു രീതിയിലേക്ക് മാറാതെ ഡേറ്റ് എടുക്കണം. ഇപ്പൊ ഈ വീഡിയോ ഹബീബിന്റെ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് വ്യൂവേഴ്സ് ഇത് കാണുന്നുണ്ടാവും. ഇവൻ മഞ്ഞപ്പട ഒഫീഷ്യൽസ് വേണമെങ്കിൽ ചിലപ്പോൾ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരൊറ്റ പോസ്റ്റിൽ നിർത്താതെ, ജസ്റ്റ് ഇതൊരു നെയിം സേക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ നിർത്താതെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ പോലുള്ള പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് തോന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇത് ജസ്റ്റ് എല്ലാവരും പ്രഷർ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഒപ്പം ഞങ്ങളുടെ പേരിന് വേണ്ടി ഞങ്ങളൊരു പോസ്റ്റ് അങ്ങ് ഇട്ടു, ഞങ്ങൾ മാനേജ്മെന്റിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടു എന്നുള്ള രീതിയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് എനിക്ക് അങ്ങനെ തോന്നുക. അപ്പൊ അതല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ് നമ്മൾക്ക്. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഫാൻ ഫോറം എന്നുള്ള നിലയ്ക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവണമെന്ന് എനിക്ക് കൃത്യമായ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അത് മാത്രമല്ല, രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഒരു സൈനിങ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ എന്തെങ്കിലും ഒരു പ്രൊജക്ട് വെച്ച് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രൊജക്ട് നമ്മുടെ കയ്യിലുണ്ടോ? എന്റെ അറിവിൽ എനിക്ക് തോന്നിയിട്ടത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം നാഷണൽ ടീമിൽ കളിക്കുന്ന റൈറ്റ് സൈഡിൽ കളിക്കുന്ന ഇപ്പം ഈവൻ നിഖിൽ പൂജാരിയെ വേണമെങ്കിൽ പോലും നമുക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രൊജക്ട് കരോളിസ് കിങ്സിന്റെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ അവന്റെ നിഖിലിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് ആയിട്ടുള്ള അപ്പൊ ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പ്ലെയർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഞാനൊരു യങ് പ്ലെയർ ആണ്, എനിക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏതാണ്? യങ്സ്റ്റേഴ്സിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവിടെ പോകുന്നു, അവിടെ കളിച്ച് നമുക്കൊരു ലൈം ലൈറ്റ്, ഒരു പ്രൊഫൈൽ കിട്ടുന്നു, അവിടെ നിന്ന് ഏതെങ്കിലും വലിയ ക്ലബ്ബിൽ പോയിട്ട് കളിച്ച് അവിടെ നിന്ന് അച്ചീവ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ റൂട്ട് മാപ്പ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എന്താണ്, ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഈ യങ്സ്റ്റേഴ്സിന് വന്ന് അവരുടെ കഴിവ് തെളിയിച്ച് വേറെ എങ്ങോട്ടെങ്കിലും കയറി പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നിട്ട് നമ്മൾ ഒത്തിരി തിരക്കിനിടയിൽ നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ടാണ് ക്ലബിനെ കുറിച്ചൊക്കെ കാണുന്നത്. എന്നിട്ട് അവര് നമുക്ക് തിരിച്ചു തരുന്ന ഇതൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടു. നമ്മുടെ ഓണേഴ്സ് കബഡി ലീഗിനകത്ത് എത്ര 2.3 crore അങ്ങോട്ട് മുടക്കിയിട്ട് അവരൊരു പ്ലെയറെ ബിഡ് ചെയ്ത് പാഷനേറ്റ് ആയിട്ട് അവരത് മേടിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ജീക്സനെ കിട്ടിയിട്ട് ഒരു 3 crore കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു ബുദ്ധിയിൽ തോന്നിയതാണ്, ആ കോടികളൊക്കെ ചിലപ്പോ പ്രോ കബഡിയിലേക്കല്ലേ പോയിട്ടുണ്ടാവുക.
അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയാണ്. അല്ല ബ്രോ, അതിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോ കബഡി ആക്ച്വലി ഒരു പ്രോഫിറ്റിൽ പോകുന്ന ഒരു പരിപാടിയാണ് ആക്ച്വലി. കാരണം ISL-നെക്കാളിലും നമുക്കിപ്പം ഈ വ്യൂവേഴ്സ് ഹോട്ട്സ്റ്റാറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യൂവേഴ്സ് ഒക്കെ മില്യൺസ് ഒക്കെ അറ്റ് എ ടൈം വരാറുണ്ട്. നമ്മുടെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ഈ സ്പോൺസർഷിപ്പ് ഈ ക്രിക്കറ്റ് ഒക്കെ പോലെ തന്നെ ഇടയ്ക്ക് ബ്രേക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് അതുമല്ല അവർക്ക് സ്പെൻഡ് ചെയ്യുന്ന മണിയും താരതമ്യേന കുറവാണ് ടോട്ടാലിറ്റിയിൽ. അതുകൊണ്ട് അവർക്ക് ഒരു പ്രോഫിറ്റബിൾ ആണ്. ഇപ്പൊ തമിഴ് തലവൻസ് ആക്ച്വലി എന്റെ ഒരു ഇതിൽ പ്രോഫിറ്റബിൾ ആണ് എന്നാണ്. ഞാൻ അത്രയ്ക്ക് ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ഒരു അല്ലാണ്ട് വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സോ എന്റെ ഒരു ഇതിൽ പറയാണ്, ഞാൻ ഇന്ററപ്റ്റ് ചെയ്തല്ല എങ്കിലും പറയുകയാണെങ്കിൽ നമ്മുടെ ജിക്സണിൽ സ്പെൻഡ് ചെയ്ത പൈസ ആക്ച്വലി ഫുള്ളായിട്ടല്ലെങ്കിലും ആ ഒരു 3.3 എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്തു. നമുക്കൊരു പറഞ്ഞാലൊരു ആ മേഖലയിൽ വേണമെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്താ ആളുകളെ വളർത്തിയെടുത്താ ഓക്കെ, പക്ഷെ പോരായ്മകളുള്ള പൊസിഷൻ ഇനിയിപ്പം ഞാൻ പറയുന്നത് ഇനിയിപ്പം പൊസിഷന്റെ കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, ചെയ്തോട്ടെ. എങ്കിലും നമ്മളിപ്പോ തൃപ്പൂണിത്തറ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ ക്വാളിറ്റി നമ്മൾ എത്രത്തോളം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ബാലഗോപാൽ തമ്പി നമ്മുടെ ക്ലീൻ ടാക്കിള് പുള്ളി ട്വിറ്ററിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഗോള് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അതിനകത്ത്. അപ്പം നമ്മൾ അതിനകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവരെന്ത് ക്വാളിറ്റിയാണ് ഇതിനകത്തോട്ട് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോ ഒരു ഹാർഡ് കോർ ഫാൻസിന് നമുക്ക് ഭയങ്കര സംശയങ്ങൾ വരികയാണ്. ഇവർ കിട്ടുന്ന പൈസയൊക്കെ എടുത്തിട്ട് അവർ വേറൊരു അതായത് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ പോകുന്നു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ 2-3 കൺസേൺസ് ഉണ്ട്. പിന്നെ പൊസിഷനോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്, ഞാൻ സാങ്കേതികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഒരു പാഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ളവർ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ വേറെ ഏത് ഗെയിമിനെക്കാട്ടും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് പിന്നെ കേരളത്തിന് വേണ്ടി ഒരു ക്ലബ്ബ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനോട് അത്രയും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നു. ഇനിയും അത് നല്ല രീതിയിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മാനേജ്മെന്റ് ഔട്ട് എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നൊന്നും അത് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അത്ര നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉള്ള കാര്യങ്ങളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തെടുക്കുക. കൂടുതലും ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ വന്നു, അതായത് മെല്ലെ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അത് അവിടെ കൊണ്ട് നിർത്താതെ കൃത്യമായിട്ട് ചെയ്യുക. എനിക്കിന്ന് ശരിക്കും സത്യത്തില് കുറച്ച് വിഷമം ഉണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ഗ്രൂപ്പിനകത്ത് ഞാൻ പലരോടും അഡ്മിൻസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചു, ഒരാൾ പോലും എനിക്കൊരു മറുപടി തന്നില്ല എന്നുള്ളതാണ്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചത്. ഇനിയിപ്പോ അവര് തമാശയായിട്ട് എടുത്തതാണോന്ന് അറിയില്ല. അതിനകത്ത് എന്താ പറയാ, വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഞാൻ ആ ഒരു കാര്യത്തില്. ഓക്കെ, എന്താണേലും താങ്ക് യു രാജേഷ് ബ്രോ. നമുക്ക് ഇത് ഇപ്പം ബ്രോ പറഞ്ഞ കാര്യങ്ങൾ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. കമന്റ്സ് ബ്രോ പറഞ്ഞത് എന്താ ഫാക്ട്സ് പറയുന്നു, ഒരുപാട് കമന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ എല്ലാം ഇവിടെ എടുത്തു വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ബ്രോയെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മള് എല്ലാവരും ഈ പറഞ്ഞ നമ്മള് ഈ ഒരു പാഷൻ കൊണ്ടാണ് ഇതിനെ ഇത് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഈ സസ്റ്റൈനബിൾ ആയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പം അത് സസ്റ്റൈനബിൾ ആയില്ല ആക്ച്വലി ഇങ്ങനെ ഇവര് ചെയ്യുന്നത് കൊണ്ട്. അപ്പോ തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ ഒരു 5-6 പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും കളിക്കുന്നത്. അപ്പം ഈ അതിനകത്താണ് ഏറ്റവും വലിയൊരു പാളിച്ച കിടക്കുന്നത്. നമ്മൾ 1-2 പൊസിഷൻ എന്തായാലും പോയി, ഇനിയിപ്പോ പോട്ടെ, നമുക്ക് അതിന്റെ താഴെയുള്ളത് പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇപ്പം ഗോവയുടെ മീഡിയ മാനേജർ ഹരിയൊക്കെ പറയുന്നത് അവര് ടൈറ്റിലിന് വേണ്ടിയാണ് നോക്കിയത്. അപ്പോഴാണ് അവർക്ക് 3rd അല്ലെങ്കിൽ 4th പൊസിഷനിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു മലയാളം ആഗ്രഹിച്ചാലാണ് ഒരു കുന്നോകനും കിട്ടുള്ളൂ എന്ന് പറഞ്ഞവര് നമ്മൾ ആ ഒരു ലെവലിൽ ചിന്തിക്കാതൊക്കെ ഇനി സ്ട്രൈക്കേഴ്സ് വരാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇതിനകത്ത് ഇൻസൈഡ് ഇൻഫോ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ചോദിക്കുന്നതാണ്. അർജുനൻ പറഞ്ഞത് വരും എന്നുള്ളത് തന്നെയാണ്. പിന്നെ പൊതുവെ നമ്മൾ കേട്ട അറിവ് അതാണ്. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സ്റ്റേറയുടെ ഒരു സിസ്റ്റത്തിനകത്ത് ഇപ്പം മിഡ്ഫീൽഡിൽ നമുക്കൊരു നല്ലൊരു പ്ലെയർ വേണ്ടതല്ലേ ശരിക്കും പോകുന്നത്? ഇപ്പം ഗോവയുടെ ഒക്കെ കാൾമക്കി കളിക്കുന്നുണ്ട്, ഇപ്പം മുംബൈയിൽ വരികയാണെങ്കിൽ ഇപ്പൊ മൻസോറോ വരുന്നുണ്ട്, ഇപ്പം വേറെ ഏതെങ്കിലും ഇപ്പൊ ഏതൊരു അഹമ്മദ് ജാഹു കളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയർ അല്ലേ ശരിക്കും നമുക്ക് വേണ്ടത് ഒരു സ്ട്രൈക്കറിന് വന്നാലും? പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇവാന്റെ ഫസ്റ്റ് സീസണിൽ നമ്മൾ എവിടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവാൻ പക്ഷെ എനിക്ക് തോന്നുന്നത് പുട്ടിയ ജേക്സൺ എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ആയതിലല്ലേ വന്നത്.
അതെ, അതാണ്. അപ്പം കുട്ടിയെ പോയതിനു ശേഷം നമുക്ക് മിഡ്ഫീൽഡിൽ ഒരു എന്താ പറയാ നമുക്കൊരു ക്ലച്ച് കിട്ടാത്ത പോലെയാണ് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ, എനിവേ താങ്ക് യു. എനിവേ താങ്ക് യു ബ്രോ. അപ്പൊ നമുക്ക് അടുത്ത ആളുകളിലായിട്ടും പോകേണ്ടതുണ്ട്. അപ്പം ഓക്കെ 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 ബ്രോ. ഓക്കെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ബ്രോ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ഒരു പിന്നെ ഒഫീഷ്യൽ സൈഡിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രതികരണം വരുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് പ്രവൃത്തിയിലൂടെ വരണമെന്നുള്ളതാണ്. ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയും. ഈ അഭിജിത്ത് എന്ന് പറയുന്ന ആളുടെ ആക്ച്വലി എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിവൈസ് നോട്ട് കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. കാരണം ആദ്യം തൊട്ട് ആ നെയിം കാണുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ള ആളുകളോട് എത്താം. അപ്പൊ അർജുൻ ഈ കാര്യം ഒന്ന് പറഞ്ഞോളൂ. ഇതിലിപ്പോ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതും ഇല്ലെങ്കിലും നമുക്ക് ഏറ്റവും ആഗ്രഹം ഗ്രൗണ്ടിൽ കാണണമെന്നാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പം ലോകത്ത് ഏതൊരു കാര്യം എടുത്താലും, ഏതൊരു ക്ലബ് ആവട്ടെ, ഏതൊരു ടീം ആവട്ടെ, നമ്മൾ നോക്കുമ്പോൾ ചിലര് ഒരു മോശം ഇൻസിഡന്റ് ഉണ്ടായ അല്ലെങ്കിൽ ഒരു പ്ലെയർ ലെറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ട്വിറ്ററിലോ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലോ അവരുടെ പോസ്റ്റിലും, ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആവുന്ന എനിക്കറിയാം യുണൈറ്റഡ് പ്ലെയേഴ്സ് ഒക്കെ എങ്ങനെയാണ്. ചില പ്ലെയേഴ്സ് ഒക്കെ വന്ന് സോഷ്യൽ മീഡിയ റെസ്പോൺസ് ആയിരിക്കാം, ചിലത് മിണ്ടാതെ വന്ന് ഗ്രൗണ്ടിലായിരിക്കാം റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ ഫാൻസ് ഇപ്പം ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്നതിലുപരി ഇമ്മീഡിയറ്റ് റിയാക്ഷൻ അല്ല, ഇമ്മീഡിയറ്റ്ലി ഒരു സാറ്റിസ്ഫൈങ് എന്ന ഫീൽ കിട്ടാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യമായിരിക്കാം. ബട്ട് ഇൻ ലോങ് റൺ നമുക്ക് വേണ്ടത് പ്രവൃത്തിയാണ്. ഇപ്പോ നാളെ ഒരു സ്റ്റേറ്റ്മെന്റോളം വന്ന് ഒരു പ്രോമിസും കാര്യങ്ങളും വന്നതിന് ശേഷം വീണ്ടും സെയിം ആണെങ്കിൽ ദർ നോ യൂസ് വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്. കുറച്ച് ടൈപ്പ് ചെയ്ത് കളയുന്നല്ലേ ഉള്ളൂ. ബട്ട് എന്തായാലും ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമാണ്. സോ നമ്മളെ കഴിയുന്ന ഇത് പറഞ്ഞു നോക്കാം. സോ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. എന്താ പറയാ, എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരിക്കലും ഒരു പക്ഷേ മഞ്ഞപ്പട ഒരു പ്രസ്ഥാനം ബീങ് എ കോർ മെമ്പർ എനിക്കറിയാം ഒരു പക്ഷേ ക്ലബ്ബോട് സംസാരിക്കാതെ ഒരു പക്ഷേ ഒരു പോസ്റ്റ് പോകത്തില്ലായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ എന്താ പറയാ, there will be communication because പണ്ട് എപ്പോഴും സ്റ്റേഡിയത്തിൽ ബാനർ വന്ന പോലെ സപ്പോർട്ടേഴ്സ് കസ്റ്റമേഴ്സ് എന്നാണല്ലോ. ഈ ലോകത്ത് ഏതൊരു ക്ലബിനും ഫാൻസ് ഉണ്ടാവും. ഫാൻസ് ഇന്ന് വരാൻ നാളെ പോകുമായിരിക്കാം പല ക്ലബ്ബുകളിൽ നിന്നും. പക്ഷെ അവരവിടെ ലോയലായിട്ട് നിൽക്കുന്നത് അവർക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉള്ളതുകൊണ്ടാണ്. അത് ഏത് ക്ലബിനാണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ഹോം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്നൊരു ഫീൽ അവിടെ ഉള്ളത് കൊണ്ടാണ്. വൺസ് ആ ഫീൽ പോയി കഴിഞ്ഞാൽ, അത് പോയോന്ന് എനിക്കറിയില്ല പലർക്കും, പക്ഷെ പോയിട്ടുള്ളവരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആ ഒരു ഫീലിംഗ് പോയി കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ദ സെയിം. അത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും സെയിം ആയിരിക്കില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു മെസ്സേജ് അയക്കും, ഇനി ഈ വർഷവും കൂടെ ഞാൻ നോക്കും, അത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ അപ്പം എല്ലാവർക്കും എല്ലാ കാലവും ചിലപ്പം നമ്മള് എന്താണേലും ഒരു 10 വർഷമായിട്ടുള്ള ഒരു ക്ലബല്ലേ ഇത്. ഈ ലോയൽറ്റി ഇതൊക്കെ ഇത്ര ലോയൽറ്റി ഉള്ളതുകൊണ്ടാണല്ലോ ഇവര് 10 വർഷം നിന്നത്. അതിനൊരു നമ്മൾ അങ്ങനെ പോണമെന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ എല്ലാരും മനുഷ്യരല്ലേ. അപ്പം നമുക്കിപ്പം ഓരോ വട്ടം നമ്മൾ ട്രൈ ചെയ്തു ഒരു ഡിസപ്പോയിന്റഡ് ആവുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പടയുടെ ഭാഗത്ത് നിന്ന് ഇത് വന്നപ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇങ്ങനത്തെ പ്രതികരണങ്ങൾ വരണം, നമ്മൾ ഡിമാൻഡിങ് ആവണം എന്നുള്ള ഞാൻ കുറച്ചു നാളത്തേക്ക് ഇങ്ങനത്തെ ഒരു പിന്നെ നെഗറ്റീവ് അടിക്കുക എന്നുള്ള കമന്റ്സ് ഒക്കെ സ്ഥിരം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി ഇത് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഇത് വന്നപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുള്ളത് പറഞ്ഞു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ഈ ഒരു ലൈവും ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത്. സോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഹരി ഉണ്ടല്ലോ, ഗോവയുടെ ഹരി, മറ്റേ ഗോഡ്സ് ഓൺ ഫുട്ബോളിന്റെ ലൈവിൽ പോയപ്പോ ഇങ്ങനെ പറയുന്ന കേട്ടെ. അതായത് അവർ ഈ കഴിഞ്ഞ സീസണിൽ എന്തുകൊണ്ട് മനോളാനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവര് ബെസ്റ്റ് ആയിട്ടുള്ള ജിങ്കൻ അല്ലെങ്കിൽ മുഹമ്മദ് യാസിറിനെ ഇടയ്ക്ക് കൊണ്ടുവന്നു, പിന്നെ ബോറിസിനെ കൊണ്ടുവന്നു, കുറെ പ്ലേയേഴ്സിനെ അടുപ്പിച്ച് അവര് സൈൻ ചെയ്തല്ലോ. പിന്നെ അതുപോലെ ഫോറിനേഴ്സ്. അപ്പം അവർക്ക് 2 സീസണോ മറ്റോ ഒരു പ്ലേ ഓഫിൽ എത്താണ്ടായി, ഫാൻസ് കുറച്ചൊരു ഡിറ്റാച്ച്ഡ് ആയി. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പം അവർക്ക് ഫാൻസിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ആ സാഹചര്യത്തിലാണ് അവർ ആ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തത് എന്നുള്ളൊരു സംഭവം പുള്ളി തന്നെ ലൈവിൽ പറഞ്ഞു, ഞാൻ കണ്ടേ സിമിലർ ആയിട്ട്. അപ്പോ ആക്ച്വലി നമുക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ട്രോഫി അടിച്ചേക്കാം, പക്ഷെ നമ്മൾ ഇൻ പേപ്പറിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ളൊരു ഹോപ്പ്, നമ്മളിതൊരു 10 വർഷം കൊണ്ടൊക്കെ ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇത് ബാക്കിയുള്ളവരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ മോഹൻ ബഗാനും അല്ലെങ്കിൽ മുംബൈ സിറ്റി മാത്രമല്ല, ഇപ്പൊ ഒഡീഷയുടെ കാര്യം എടുത്താലും അവര് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. അവർ കഴിഞ്ഞ വർഷത്തേക്കാൾ ബെറ്റർ സ്കോഡാണ്. ഫോറിനേഴ്സിന്റെ കാര്യം എടുത്താലും അവർ ഇന്ത്യൻ സൈനിങ്സ് ഇപ്പം നടത്തിയത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റില് ഇന്ത്യൻസിനൊന്നും കാര്യമായിട്ട്, ഇപ്പൊ അമ്മാവി ഒരു നല്ല സൈനിങ് ആണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ബാലൻസിങ്ങിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉറപ്പായിട്ടും ഉണ്ട്. ഞാൻ എന്താണേലും ഇനി നമുക്ക് അടുത്ത ഒരാളിലോട്ടൊന്ന് പോകാം.